നടൻ സായികുമാറും ബിന്ദു പണിക്കരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും പിന്നീട് വിവാഹിതരായതും വലിയ വാർത്തകളായിരുന്നു. കുറേക്കാലം ഇരുവരും വിമർശിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ അടുത്ത നാളുകളിലാണ് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തുറന്നുപറച്ചിലുകളുമായി ദമ്പതിമാർ രംഗത്തുവരുന്നത്. ഇതിനിടെ ബിന്ദു പണിക്കരുടെ ആദ്യ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും പല വിവാദങ്ങളുണ്ടായി. എല്ലാത്തിനും കാരണം ബിന്ദുവും സായികുമാറുമായിട്ടുള്ള ബന്ധമാണെന്നായിരുന്നു കഥകൾ. പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ കൊന്നതാണെന്ന് വരെ ആളുകൾ പറഞ്ഞുണ്ടാക്കി. സിനിമയിൽ നിന്നുമാണ് ഭർത്താവ് ബിജുവുമായി പരിചയപ്പെടുന്നത്. വിവാഹം കഴിഞ്ഞ് 10 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ സമയത്ത് ബിന്ദുവിനേക്കാളും ബിജുവിനെയായിരുന്നു തനിക്ക് പരിചയമെന്നാണ് സായികുമാർ പറയുന്നത്. ബിജുവിന്റെ ഭാര്യയും സിനിമാ നടിയാണ് എന്നതൊക്കെയാണ് ബിന്ദുവിനെ പരിചയപ്പെടാൻ കാരണം. പക്ഷേ ബിന്ദുവിന്റെ ഭർത്താവിനെ ഞങ്ങൾ കരുതിക്കൂട്ടി കൊന്നതാണെന്നും ഞങ്ങൾ നേരത്തെ പ്രണയത്തിലായിരുന്നു എന്നുമൊക്കെയായിരുന്നു കഥകൾ വന്നത്. ശരിക്കും ബിന്ദുവിനൊപ്പം എപ്പോഴും ബിജു കൂടെ ഉണ്ടാവുമായിരുന്നു. നേരെ തിരിച്ച് ബിജു വർക്ക് ചെയ്യുന്നിടത്ത് ബിന്ദുവും ഉണ്ടാവുമായിരുന്നു. താനും ഭർത്താവുമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അദ്ദേഹം മദ്യപിക്കുന്നതിന് മാത്രം എതിരായിരുന്നു. അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഫിറ്റ്സ് വന്നിട്ടാണ് മരണപ്പെടുന്നത്. അതിനു മുൻപൊന്നും അസുഖം വന്നിട്ടുള്ള ആളല്ല. പനി പോലും വന്നിട്ടില്ല. ഒരു ദിവസം ലൊക്കേഷനിൽ വെച്ചാണ് പനിയും വിറയലും വരുന്നത്. BP കൂടിയതായിരിക്കുമെന്ന് കരുതി ആശുപത്രിയിലെത്തിച്ചു. അപ്പോഴാണ് ആദ്യം ഇതുപോലെ ഫിറ്റ്സ് വരുന്നത്. അന്ന് കുഴപ്പമില്ലാതെ പോന്നു. പിന്നീട് മറ്റൊരു ദിവസം രാവിലെ മുതൽ പനിയുണ്ടായിരുന്നു എന്നല്ലാതെ വേറൊരു കുഴപ്പവും ഇല്ലായിരുന്നു. ഞാനൊരു സിനിമയിൽ അഭിനയിക്കുകയാണ്. അവിടുന്ന് ആശുപത്രിയിലെത്തി കണ്ടിട്ട് തിരികെ ലൊക്കേഷനിലേക്ക് പോയി. തിരിച്ച് ആശുപത്രിയിലെത്തിയപ്പോൾ ഫിറ്റ്സ് വന്നിട്ട് അദ്ദേഹത്തെ എടുത്തോണ്ട് പോകുന്നതാണ് കണ്ടത്. പിന്നാലെ രക്തം ഛർദ്ദിച്ചു. അന്ന് വെന്റിലേറ്ററിൽ കയറ്റിയതാണ്. 34 ദിവസം അവിടെ കിടത്തി ശേഷം പോയെന്ന് ബിന്ദു പണിക്കർ പറയുന്നു. ബിജുവേട്ടൻ മരിച്ച് 8 മാസത്തിന് ശേഷമാണ് അമേരിക്കയിൽ ഷോയ്ക്ക് പോയത്. ആ സമയത്ത് ബിന്ദുവിനെ എന്റെ നായികയാക്കാമെന്ന് തീരുമാനിച്ചു. സ്പോൺസർ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. അധികം ആളുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ആ പരിപാടിക്ക് പോയി തിരികെ വന്നതിന് ശേഷമാണ് ഞങ്ങളെക്കുറിച്ച് കഥകൾ വന്നു തുടങ്ങിയത്.